കേരളത്തിലെ CPM-നെയും LDF-നെയും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു മീൻ കഥ ഇങ്ങനെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഥ പറഞ്ഞിരിക്കുന്നത് CPI-യുടെ മുൻ നേതാവും മന്ത്രിയുമായിട്ടുള്ള C. ദിവാകരനാണ്. ആ കഥയിലെ മുഖ്യ കഥാപാത്രം നിലവിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. C. ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണിത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അതൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ തന്റെ അഭിമുഖത്തിലും വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, മുൻപ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് യാത്ര നടത്തി, കേരള യാത്ര നടത്തി. ആ യാത്രയുടെ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയനായിരുന്നു. ജാഥയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നത് അന്ന് CPI-യുടെ പ്രമുഖ നേതാവായിട്ടുള്ള C. ദിവാകരനായിരുന്നു. ആ യാത്ര തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആ ദിവസം ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് മുൻ CPM-ന്റെ MLA-യും പ്രമുഖ നേതാവുമായിട്ടുള്ള അന്തരിച്ച ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ്. അപ്പോൾ പിണറായി വിജയൻ തന്നോട് ചോദിക്കുന്നു എന്നാണ് C. ദിവാകരൻ പറയുന്നത്, ഇന്ന് എവിടെയാണ് ഉച്ചയൂണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ C. ദിവാകരന്റെ മറുപടി അത് സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ് എന്നാണ്. അപ്പോൾ പിണറായി വിജയന്റെ മുഖമൊന്ന് മങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലാത്ത പോലെ. അതെന്താണ്, വേറെ വീടൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരമൊരു താല്പര്യമില്ലായ്മയ്ക്ക് കാരണമായിട്ട് C. ദിവാകരൻ പറയുന്നത്, അന്ന് പാർട്ടിയിൽ CPM-ൽ 2 പക്ഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിഭാഗീയത കത്തി നിൽക്കുന്ന കാലമാണ്. VS പക്ഷവും പിണറായി പക്ഷവും. അപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ പിണറായി പക്ഷ വിരുദ്ധനാണ്, VS-ഉമായിട്ട് അടുപ്പമുള്ള ഒരു നേതാവാണ്. അപ്പോൾ VS-ഉമായിട്ടുള്ള അടുപ്പം കാരണമാണ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ചയൂണിന് പോകാനുള്ളൊരു മടി പിണറായി വിജയൻ ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്, വേറെ വീടൊന്നും ഇല്ലേ എന്ന് ചോദിച്ചത് എന്നാണ് അതിന് അനുബന്ധമായിട്ട് C. ദിവാകരൻ പറയുന്നത്. എന്തായാലും അന്ന് ഉച്ചയ്ക്ക് ഇവരെല്ലാവരും തന്നെ, പിണറായി വിജയൻ ഉൾപ്പെടെ, ആ വീട്ടിൽ ഉച്ചയൂണിനായിട്ട് എത്തുന്നു, ഊണ് കഴിക്കുന്നു. അപ്പോൾ C. ദിവാകരൻ പറയുന്നത്, ഈ പിണറായി വിജയൻ വലിയൊരു മീൻ വിഭവങ്ങളുടെ ഒരു താല്പര്യക്കാരനാണ്. A ക്ലാസ് മീനുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. A ക്ലാസ് മീനുകൾ വേണം, അലിഞ്ഞ മീനുകളോ മറ്റ് മോശമായിട്ടുള്ള മീനുകളോ ഒന്നും കഴിക്കില്ല അദ്ദേഹം. A ക്ലാസ് മീൻ മാത്രമേ കഴിക്കൂ എന്നാണ് ആ ഇന്റർവ്യൂവിൽ വലിയ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടെന്നുള്ള നിലയിൽ C. ദിവാകരൻ പറയുന്നത്. അപ്പോൾ ഉച്ചയൂണിന് ഇരുന്ന് എല്ലാവരും ഊണ് കഴിക്കുമ്പോൾ അവിടെ മീൻ വിഭവം കൊണ്ട് വിളമ്പുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ വറുത്ത മീൻ ഇങ്ങനെ വിളമ്പുമ്പോൾ അതിൽ പിടിച്ച് ഞെക്കി നോക്കിയിട്ട് ഇത് ഏത് മീനാണ് എന്ന് അടുത്തിരിക്കുന്ന ദിവാകരനോട് ചോദിക്കുന്നു. അപ്പോൾ C. ദിവാകരൻ ആ മീനിന്റെ പേരറിയില്ല. അപ്പോൾ അത് വിളമ്പിയ ആളെ വിളിച്ച് C. ദിവാകരൻ ചോദിക്കുന്നു, ഇതേത് മീനാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ ആ വിളമ്പിയ ആൾ പറയുന്നുണ്ട്, ഇത് ചൂര മീനാണ്, വേറെ മീനൊന്നും കിട്ടിയില്ല എന്ന്. അപ്പോൾ C. ദിവാകരൻ ഇന്റർവ്യൂവിൽ പറയുന്നത്, ചൂര മീൻ ഒന്നിനും കൊള്ളത്തില്ല, ഒരു രുചിയുമില്ലാത്ത മീനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ C. ദിവാകരൻ പിണറായിയോട് പറയുന്നു, ഇത് ചൂര മീനാണ് സഖാവേ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ആ ചോറ് കഴിക്കാതെ, ഊണ് കഴിക്കാതെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്നിട്ട് C. ദിവാകരനോട് പറയുന്നു, ഞാൻ AKG സെന്ററിൽ കാണും, ദിവാകരൻ ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഊണ് സ്കിപ്പ് ചെയ്ത് കഴിക്കാതെ അദ്ദേഹം അതൃപ്തി പ്രകടമാക്കി ഇറങ്ങിപ്പോയി എന്നാണ് C. ദിവാകരൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനേശനാണ്. അപ്പോൾ അദ്ദേഹം ഓടി വന്ന് C. ദിവാകരനോട് പേടിയോടെ ചോദിക്കുന്നുണ്ട്, സഖാവെ എന്ത് പറ്റി, എന്താണ് കുഴപ്പമായോ, എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ C. ദിവാകരൻ പറയുന്നു, പേടിക്കേണ്ട, നാളെ പാറശാലയിലാണ് ഈ ജാഥയുടെ സമാപനം. അപ്പോൾ അവിടെ പാറശാലയിൽ ഒരു വീട്ടിലാണ് ഉച്ചയൂണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ ഉച്ചയൂണിന് നല്ല മീൻ മേടിച്ച് കറി വെച്ചാൽ മതി. പാളയം ചന്തയിൽ നല്ല നെയ്മീൻ കിട്ടും. അപ്പോൾ താൻ അവിടെ രാവിലെ പോയി വെളുപ്പിന് പോയി ആ മീൻ മേടിച്ച് അവിടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അത് മീൻ കറിയൊക്കെ വെച്ച് വെക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ തന്നെ സത്യനേശൻ അവിടെ ആ പാളയം മാർക്കറ്റിൽ ചെന്ന് നെയ്മീൻ മേടിച്ച് ആ ഉച്ചയൂണ് നടക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അന്ന് ആ വിഭവങ്ങൾ, നെയ്മീൻ കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നു. ഉച്ചയ്ക്ക് അവിടെ എത്തി ഊണ് കഴിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് മീനാണ്, ഇത് ഇന്ന് നല്ല മീനാണല്ലോ, അതുകൊണ്ട് എന്ത് പറ്റി ഇന്നലെ അത് മീൻ കിട്ടാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ രംഗം അശാന്തമാക്കുന്നു. പിണറായി വിജയൻ കൂടുതൽ സന്തോഷവാനാകുന്നു. കാരണം താൻ ആഗ്രഹിച്ച രീതിയിലുള്ള A ക്ലാസ് മീൻ കിട്ടിയതിന്റെ ഒരു സന്തോഷം പിണറായിയുടെ മുഖത്ത് കണ്ടു എന്ന നിലയിലാണ് C. ദിവാകരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്, അതിനുശേഷം പിണറായി വിജയൻ സന്തോഷവാനായിട്ട് പോകുന്നത്, ഹാപ്പിയാകുന്നു. അതിനുശേഷമാണ് ഈ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശന് ജീവൻ നേരെ വീണത്, അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത്. അതേപോലെ അദ്ദേഹം പേടിയിലായിരുന്നു. കാരണം എന്തെങ്കിലും നടപടി, കാരണം അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നത് തിരുവായ്ക്കെതിർവായി ഇല്ലാത്ത നിലയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നതാണ് അവസാന വാക്ക്. അദ്ദേഹത്തെ ആരെങ്കിലും എതിർക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനിഷ്ടമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമോ ഉള്ള കാലമല്ല അത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്രീതിക്ക് താൻ പാത്രമാകുമോ എന്നുള്ള പേടി അന്ന്
ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശനുണ്ടായി എന്നാണ് ഈ സി ദിവാകരൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ചില കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ. അത് കഴിഞ്ഞാൽ അദ്ദേഹം മികച്ചൊരു ക്ലീനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ആര് പറഞ്ഞാലും കേൾക്കില്ല, സ്വന്തമായിട്ടുള്ള നിലപാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുന്നുമുണ്ട്. എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. അത് CPM-ന്റെ നിലവിലെ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി, തിരുവനന്തപുരത്തു നിന്നുള്ള വി ശിവൻകുട്ടി ഇപ്പോൾ അതിന് മറുപടിയുമായിട്ട് രംഗത്ത് വരുന്നു. അങ്ങനെ A ക്ലാസ് B ക്ലാസ് മീൻ എന്നൊന്നുമില്ല, ചിലർക്ക് മീൻ വിഭവങ്ങൾ വലിയ ഇഷ്ടമായിരിക്കും. ദിവാകരൻ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞ കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം സി ദിവാകരൻ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ അന്ന് നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് താൻ ജാഥ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. പിണറായിയുടെ വിഭവങ്ങൾ ഇഷ്ടങ്ങളൊക്കെ തന്നെ തനിക്കറിയാം, അതുപോലെ തൻ്റെ ഇഷ്ടങ്ങൾ പിണറായിക്കും അറിയാം. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ അനന്തലവട്ട വാനത്തിന്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അനന്തലവട്ട വാനത്തിന്റെ മകൻ പറയുന്നത്, ഒരു ദിവസം പിണറായി വിജയൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നിരുന്നു. അന്ന് സന്തോഷത്തോടു കൂടി ഊണ് കഴിച്ച് പോയി, അനന്തലവട്ട വാനത്തിന്റെ ഭാര്യയൊക്കെ പരിചയപ്പെട്ടു പോയി എന്നാണ് അതിൽ പറയുന്നത്. എന്നാൽ സി ദിവാകരൻ പറയുന്നത് താൻ പറഞ്ഞ കാര്യം സത്യമാണ്, അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട്, താൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ മറ്റൊരാൾക്ക് കഴിയില്ല. അതെങ്ങനെയാണ് കഴിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇവിടെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, പിണറായി വിജയനെ പോലൊരു നേതാവ് ഒരു തരത്തിൽ ആഹാരങ്ങളുടെ ഒക്കെ പേരിൽ, ഒരു മീൻ കിട്ടാതെ പോയതിന്റെ പേരിലൊക്കെ തന്നെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദേഷ്യത്തിൽ ജില്ലാ സെക്രട്ടറിയെ പോലൊരാള് ഭയക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഉയർത്തുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. കാരണം നമുക്കറിയാം, 2 ദിവസം മുൻപാണ് പിണറായി വിജയൻ തൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പൊതിഞ്ഞു തന്നു വിട്ടുകൊണ്ടിരുന്ന ഒറൊട്ടി കഴിച്ചുകൊണ്ട് വിശപ്പ് അടക്കിയ കഥ, ചിലപ്പോൾ വിശപ്പ് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തൻ്റെ കുട്ടിക്കാലത്തെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാർത്ത കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പുറത്തു വന്നത്. അദ്ദേഹം ഒരു ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ പിണറായി വിജയന്റെ ഭക്ഷണത്തോടുള്ള ചില ശാഠ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് വലിയ രീതിയിലൊരു ചീഞ്ഞുനാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഈ മീൻ കഥ എന്നുള്ളത് സത്യമാണ്. പിണറായി വിജയനെ വലിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതിൽ അദ്ദേഹം ഇനി മറുപടി പറയുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പല തരത്തിൽ അതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാജു പിന്നാർ ഉൾപ്പെടെ ആ വീഡിയോ ക്ലിപ്പ് പങ്കുവെച്ചുകൊണ്ട് സമാനമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ആളുകൾക്ക് വിഭവങ്ങളോട് ഇഷ്ടമുണ്ടാകാം, പല വിഭവങ്ങളോട് ഇഷ്ടമുണ്ടാകാം, പല മീനോട് ഇഷ്ടമുണ്ടാകാം, അനിഷ്ടമുണ്ടാകാം. പക്ഷേ ഏതെങ്കിലും ഒരു മീൻ, ഇഷ്ടപ്പെട്ട മീൻ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു നേതാവിൻ്റെ അപ്രീതിക്ക് അല്ലെങ്കിൽ അനിഷ്ടത്തിന് പാത്രമാകുമോ എന്ന് ഭയന്ന് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതായത് സത്യനേശന്റെ അവസ്ഥയാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് രാഷ്ട്രീയത്തിൽ എന്നൊക്കെയുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ ആ ഒറൊട്ടി കഥയും അവിടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സി ദിവാകരന്റെ ആ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള ആത്മകഥയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ തള്ളിപ്പറയാനോ ശരിവെക്കാനോ ആരും ഇതുവരെയും വന്നിട്ടില്ല. കാരണം അന്ന് ആ ജാഥയിൽ പങ്കെടുത്ത മറ്റ് പല നേതാക്കളും ഉണ്ടാകും. അത് ഒരുപക്ഷെ ആ വിഷയം അറിയാവുന്ന നിരവധി നേതാക്കളും ഉണ്ടാകും. അവരൊന്നും തന്നെ ഇതുവരെയും പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും സി ദിവാകരൻ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ മീൻ കഥ അത് സത്യം തന്നെയാണ്, അത് തനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ മീൻ കഥ അത് CPM-നെ, പിണറായി വിജയനെ വലിയ രീതിയിൽ നാറ്റിച്ചിരിക്കുകയാണ്. ആ നാറ്റം മാറ്റാൻ ഇനി എന്താണ് CPM-ന്റെ കയ്യിലുള്ളത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.